കഴിഞ്ഞ ദിവസം നടി അനുപമ പരമേശ്വരനുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ഈ ഒരു അനുപമയ്ക്ക് താൻ ഇഷ്ടത്തിലായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാസം മുമ്പ് ഈ ഒരു അനുപമയുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഹീലായി വരുന്നത് എന്നുള്ള രീതിയിൽ. കുറേ നാൾ ഭയങ്കര കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്നല്ല ഇപ്പം ഞാൻ വെളിയിൽ വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കുറേയധികം പേര് ചോദിച്ച കാര്യമാണ് ആരാണ് ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കുറേയധികം പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ധ്രുവ് വിക്രമാണ് എന്നുള്ള രീതി, വിക്രമിൻ്റെ മകനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇവർ ഈ ഒരു അനുപമയുണ്ടെങ്കിൽ ധ്രുവ് വിക്രമത്തിനെ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടെ തന്നെയാണ് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത്. ലേറ്റസ്റ്റായിട്ട് അനുപമ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി ഭയങ്കര നാർസിസിസ്റ്റ് ക്യാരക്ടറാണ് എന്നുള്ളൊരു കാര്യം നമ്മളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമോഷണലിയൊക്കെ നമ്മളെ ബ്രേക്ക് ചെയ്യുക, ഫിസിക്കലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാവുക, ഇങ്ങനത്തുള്ള കുറേയധികമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു 2 വർഷം കൊണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇതൊട്ടും ശരിയായിട്ടുള്ള ഒരു ബന്ധമല്ലെന്ന്. എൻ്റെ ചുറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും എനിക്കത് ആ സമയത്ത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വ്യക്തിയിൽ ഭയങ്കര ഇമോഷണലി ഒക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ അവസാനം ഉണ്ടെങ്കിൽ ഇതൊട്ടും ശരിയാവത്തില്ല എന്ന് മനസ്സിലായി വെളിയിൽ വന്നപ്പോഴാണ് ഇപ്പം ഞാൻ ഭയങ്കര സ്വസ്ഥമായിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടെ ചേർന്നിട്ട് എൻഗേജ്മെൻറ്റ് വരെ നടത്താൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ്, ആ ഒരു വ്യക്തിക്ക് പ്രായം കുറവല്ലേ, ഇപ്പോഴേ കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ പ്ലാൻ എടുത്തത് കൊണ്ടാണ് ആ ഒരു കല്യാണമോ എൻഗേജ്മെൻറ്റോ ഒന്നും നടക്കാതിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ധ്രുവ് വിക്രമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ കണക്ക് അനുഭവം പറയുന്നത് വെച്ചിട്ട് ആ ഒരു വ്യക്തിയിൽ പ്രായം കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ധ്രുവിന് 28 വയസ്സ് ഏതാണ്ടാണ്, അനുപമയ്ക്കാണെങ്കിൽ 30 വയസ്സ്. ഇതുകൊണ്ട് തന്നെ ഇത് ധ്രുവ് വിക്രമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്.